ഇതൊരു ഭയങ്കര ഒരു ട്രൂ ഇൻസ്പിറേഷൻ സ്റ്റോറി തന്നെയാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് പ്രേക്ഷകർ ഇത് കാണുമ്പോഴേ നമ്മുടെ ഒരുപാട് അതായത് ബിസിനസ്സിലൊക്കെ ചെയ്ത് പരാജയപ്പെട്ട് തകർന്നു പോയിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും നമുക്ക് വരുന്ന കമൻറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും ശരിക്കും താങ്കളുടെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ചെറുതല്ല. കാര്യം ഇത് വെറുതെ ചില വാക്കുകളിൽ പറയുന്നതല്ല, ജീവിതം ജീവിച്ച് തെളിയിച്ച് കാണിച്ച ആളാണ് അല്ലേ? അതൊരു ഒരിക്കലും നമുക്ക് അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ചോ അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും മോട്ടിവേഷണൽ ബുക്ക് വായിച്ചോ പറയുന്നതല്ല. ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ എനിക്ക് വേറെ അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, താങ്കൾ ഷെഫ് നളനായിട്ടാണോ ഇപ്പോൾ ചൈനയിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടേക്കുള്ളൊരു ട്രാവൽ അതെങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ വരികയും നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ, കാരണം നാട്ടിൽ ജീവിച്ച് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം പെട്ടെന്ന് പറഞ്ഞ പോലീസ് കേസാവും, കോടതിയാവും, പിടിച്ചിടും. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ആ ഭയം ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മളെ കൂടെ ഇരിക്കുന്നവർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നമ്മളെ ഇവിടുന്ന് നാട് കടത്തി. അപ്പോൾ നാട് കടത്തി ഞാൻ ആക്ച്വലി ചൈനയിൽ ചെന്ന് ഏകദേശം 5 വർഷം എടുത്തു. ഈ 5 വർഷം കൊണ്ടും ആദ്യത്തെ ഒരു 3 ഇയേഴ്സ് ഞാൻ ഒരു വക്കീലിനെയാണ് കേസ് ഏൽപ്പിച്ചത്. ആ വക്കീൽ എന്നെ 5 ലക്ഷം രൂപ പറ്റിച്ചു. അതായത് അവിടെ ഇരുന്നിട്ട് ഞാൻ നാട്ടിൽ കേസ് നടത്തുക. ഈ നാട്ടിൽ കേസ് നടത്തുന്ന സമയത്ത് ഈ ലോയറിനെ ഞാൻ വിളിക്കുമ്പം അടുത്ത ആഴ്ച വിളിക്കൂ. ഒരു മാസത്തിൽ 4 ആഴ്ചയേ ഉള്ളൂ. എൻ്റെ 3 വർഷം കടന്നുപോയി. എന്നിട്ട് ലാസ്റ്റിൽ വേറൊരു ലോയറിനെ ഞാൻ ഏൽപ്പിച്ചു. ആ ലോയറാണ് എന്നെ രക്ഷിച്ചത്. ലോയറിൻ്റെ പേര് ഞാൻ അന്തസ്സോടുകൂടി പറയും, അഡ്വക്കേറ്റ് ജോൺസൺ ഗോമസ്. കാരണം പുള്ളി വളരെ ജെനുവിനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മറക്കാൻ പറ്റില്ല. ഞാനൊരു കേസ് എടുക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് നോക്കും. അപ്പം തന്നെ ഞാൻ ജയിച്ചു. പിന്നെ ഒരു വക്കീലിൻ്റെ കഴിവാണ് അത് കോടതിയിൽ ജയിപ്പിക്കുക എന്നുള്ളത്. ഭയങ്കര, ഞാൻ ഇന്നും സാറിനെ ബഹുമാനിക്കുന്ന കാര്യം അതാണ്. ആ സാറുമായിട്ട് കൂടിയിട്ടാണ്, വേറെ 2 വ്യക്തിത്വങ്ങളായിട്ട് കൂടിയിട്ടാണ് ഞാൻ LX, കാരണം ആ വാശിക്കാണ് ഇന്ന് LX Pertians എന്ന് പറഞ്ഞൊരു ലോ ഫേം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. സാറ് വളരെ ജെനുവിൻ, അതായത് വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ്. നമ്മൾ കാശ് കൊടുത്തിട്ടാണ് നമ്മൾ സർവീസ് ചോദിക്കുന്നത്. ആ സമയത്ത് വക്കീലന്മാർ ഫോൺ എടുത്തിട്ട് നാളെ വിളിക്കടേ, മറ്റന്നാൾ വിളിക്കടേ. ഒരാൾ പ്രതിസന്ധിയിലാണ് വരുന്നത്. ഇന്ന് ഞങ്ങൾക്കുള്ള കംപ്ലീറ്റ് ലോയേഴ്സ് 24/7 ആ പ്രതിസന്ധിയിൽ നിങ്ങളുടെ സുഹൃത്താണ്. പൈസ നമ്മൾ ചോദിക്കും, നമ്മൾ വാങ്ങിക്കും, ഇല്ലെങ്കിലും നമ്മൾ കൂടെ നിൽക്കും. അതിൽ ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ. ഇന്ന് എൻ്റെ മകൻ LLBക്ക് പഠിക്കുക. അതെയോ? കാരണം ആൾക്കാരെ മനസ്സിലാക്കി പോവുക. കാരണം ഒന്നും കൊണ്ടുവന്നിട്ടും ഇല്ല ശ്രീജിത്ത്, ഒന്നും കൊണ്ടുപോകുന്നില്ല. സോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ ഏകദേശം 10-300 മില്യൺ എഗ്സുമായിട്ട് മത്സരിച്ചാണ് നമ്മൾ ജനിക്കുന്നത് അല്ലേ? നമ്മൾ അച്ഛനും അമ്മയും സ്നേഹത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ 10-300 മില്യൺ സ്പോം എഗ്സുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ജനിച്ചതേ ഹീറോ ആയിട്ടാണ് അല്ലേ? കറക്റ്റ് അല്ലേ? പിന്നെ ആരടുത്ത് മത്സരിക്കാനാണ്? ഞാൻ പിന്നെ ആലോചിക്കുന്നത്, ഈശ്വര, ഇതൊരു ജേണി ആയിരിക്കും. നമുക്കെല്ലാം ഒരു പ്രിപ്പറേഷനും ഒരു പ്ലാനിങ്ങും ആയിരിക്കും. കാരണം 9 മാസത്തോളം ഞാൻ, എൻ്റെ ഒരു ഹോളിസ്റ്റിക് സ്റ്റഡിയാണ്, 9 മാസത്തോളം ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ ടോട്ടലി ഫ്ലൂയിഡ് ആയിരുന്നു അല്ലേ? എനിക്ക് കഴിക്കാനുള്ളതെല്ലാം ആ വയറ്റിൽ പ്രിപ്പയർഡ് ആയിരുന്നു. യെസ് അല്ലേ? ഒരു സൈഡിൽ 9ാം മാസം എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വലിച്ച് വെളിയിലിടുമ്പോൾ ഒരു സൈഡിൽ മരണവും ഒരു സൈഡിൽ ജനനവും നടക്കുകയാണ് അല്ലേ? നിലയും വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഒരാവശ്യമില്ലാത്തൊരു കാര്യം. നില വിളിച്ചുകൊണ്ട് എന്താ വന്നേ? രണ്ടാമത്തത്, ഈ ഭൂമി എടുത്തു നോക്കിയാൽ ഭൂഗർഭമാണ്. മുകളിലും വെള്ളമാണ്, താഴെയും വെള്ളമാണ്. കഴിക്കാനുള്ളതെല്ലാം പ്രകൃതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ജനിക്കുന്നതെങ്കിലോ? ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. യു നെവർ നോ. This might be the supernatural preparation. And എന്നെ സംബന്ധിച്ചിടത്തോളം nature is the ultimate. I don't use any kind of chemicals. എനിക്ക് ഇപ്പം ഒരു തരത്തിലുള്ള കെമിക്കലും, അത് ഗുളികയാവട്ടെ മരുന്നാവട്ടെ, എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന ഐ ആം ഫ്രം ദ നേച്ചർ. ഇപ്പം പല സ്ത്രീകൾക്കുമുള്ള പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ മതി, ഐസ് ഇല്ലാണ്ട്, വെള്ളം ഒഴിക്കാണ്ട് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് 2-3 ദിവസം കുടിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ മാറും. അതേപോലെ പാഴ്സ്ലി ലീഫ് കുടിച്ചാൽ മതി, യൂറിക് ആസിഡ് ഇഷ്യൂസ് മാറ്റാൻ പറ്റും. ഞരിഞ്ഞിലിൻ്റെ വെള്ളം ഇട്ട് കുടിക്കുന്നതെന്ന് പറയും. ഇങ്ങനെ പ്രകൃതിയിൽ നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ ഇതിനുള്ള മരുന്നെല്ലാം ഇല്ലേ? ഒന്ന്, പ്രകൃതിയിൽ ആഹാരം തന്നെ സേവ് ചെയ്തിട്ടില്ലേ?
ഇനി പലരും ചോദിച്ചിട്ടുണ്ട് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ. ഞാൻ അവർക്ക് തിരിച്ചു വയ്ക്കും. മണ്ണ്, ഭൂമി, മണ്ണ് വെജാണോ നോൺ വെജാണോ? നിന്റെ ജനറ്റിക് എഞ്ചിനീയറിങ് എന്താണോ നിനക്ക് ഹാപ്പി ആക്കുന്നത് നീ അത് കഴിക്കും. അതല്ലാണ്ട് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആകെ വന്നിരിക്കുന്നത് 840 മാസം, 70 വയസ്സ് വരെ ആയുസ് കിട്ടിയ ഇത് എന്തോ പഠിച്ചെന്നാ പറയുന്നത്. സത്യം. അറിവിനേക്കാൾ വലുതാണ് അറിവില്ലായ്മ. നമുക്ക് അറിവില്ലായ്മയെ ബഹുമാനിച്ചു പോയാൽ ഇപ്പം എന്താ പ്രശ്നം? ഇച്ചിരി അറിയാം എന്ന് തോന്നിക്കഴിയുമ്പോഴാണ് അഹങ്കാരമാണ്. അറിയത്തില്ല, അറിവില്ല. അറിവില്ലായ്മ ഒരു തെറ്റല്ല, വിവരക്കേടാ തെറ്റ്. ഈ തോട്ട് പ്രോസസ്സ് ആണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ. ഞാൻ എന്നെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഞാൻ പലരിൽ നിന്നും സജഷൻസും കമൻസും കേൾക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ബ്രദർ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാണ്. ഇത് ബ്രദറിൻ്റെ കോൺസെപ്റ്റാണ്. ഇതിനകത്ത് പലർക്കും വന്ന് അഭിപ്രായം പറയാൻ പറ്റും. അതിനകത്ത് താങ്കളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പറയുമ്പോൾ താങ്കൾ അതിൻ്റെ ജെനുവിനിറ്റി സ്റ്റഡി ചെയ്തെടുക്കും. എക്സാക്ട്ലി. അല്ലാത്തൊരാളടുത്ത് ഞാൻ പറയും, എന്നാൽ നീ അങ്ങ് നടത്തിക്കോ. ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയുന്നൊരു കാര്യം, ഇറ്റ്സ് മൈ കോൺസെപ്റ്റ്, മൈ തോട്ട് പ്രോസസ്, മൈ എഫേർട്ട് ആൻഡ് മൈ ഐഡിയാസ് വർക്ക്ഡ്. യെസ്. If it was your idea, you should have been here and I should have been there. So don't give me that. Support me and help me to grow. We'll grow together. Yes, yes. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം ഞാൻ ഒരു പലതും പറയും, നിങ്ങളെ ബ്രെയിൻ വീട്ടിൽ വെച്ചിട്ട് വരിക. എൻ്റെ കോൺസെപ്റ്റിന് എനിക്ക് നിങ്ങളെ ബ്രെയിൻ വേണ്ട, നിങ്ങളെ എഫേർട്ട് മതി. ആ എഫേർട്ട് 100% ഇടണം. പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാൻ ചെന്നിരിക്കുമ്പോൾ അങ്ങ് അഭിപ്രായങ്ങളാണ്. അതെ, അതെ. ബ്രദർ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ചാനലും വീഡിയോ എല്ലാം സ്റ്റോർത്തങ്ങോട്ട് വരും. ഇത് ശരിയാവത്തില്ല. ഞാൻ മെനഞ്ഞാന്നില്ല അവിടെ വർക്ക് ചെയ്തിരുന്ന, അവിടെ പൂട്ടി. അവിടുത്തെ കാര്യം നീ അവിടെ വർക്ക് ചെയ്തിട്ടല്ലേ അവിടെ പൂട്ടിയത്. അപ്പൊ നിന്നെ ഇവിടെ ജോലിക്ക് എടുത്തവന് വേണേ അടിക്കാൻ അല്ലേ? ജനറലി നടക്കുന്ന കാര്യം. അപ്പൊ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് അങ്ങനെ എങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം, ചേട്ടൻ്റെ സേവനം വേണ്ട. കാരണം എൻ്റെ തോട്ട് പ്രോസസ്സ് ഇത് എപ്പോഴും അത് ശ്രീജിത്താണേലും ചിന്തിച്ചോണം. ശ്രീജിത്തിൻ്റെ തോട്ട് പ്രോസസ്സിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന എന്ത് വന്നാലും അവരെ കട്ട് ചെയ്യണം ലൈഫിൽ നിന്ന്. അതാണ് റൂൾ നമ്പർ 1. ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. ശ്രീജിത്ത് ഇങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ ശരിയാവും, സജഷൻസ് അല്ലേ? ക്ലാരിറ്റി. ശ്രീജിത്ത് ആലോചിക്കും, ശരിയാണല്ലോ. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനകത്ത് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാം പറഞ്ഞു, ഈ വ്യക്തിത്വങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കുറവായിരിക്കും. നേരെ വെച്ച് ഇന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യും. ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. നമ്മൾ ചിന്തിച്ചില്ല. നമ്മളെപ്പോഴും നെറ്റ്വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്.